എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയ കലണ്ടർ എന്ന ടോപ്പിക്ക് ബേസുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ 7 ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 8ാമത്തെ ടൈപ്പിലെ ചോദ്യം. കാരണം ഇനിയുള്ള കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ ചെയ്ത നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ കലണ്ടറിനകത്തെ ഏതെങ്കിലും ഒരു മോഡലിനകത്ത്, ഈ ടൈപ്പിനകത്തെല്ലാം ഏതെങ്കിലും ഒരു പാർട്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ കലണ്ടറിനകത്തെ 2 പാർട്ടേ ഉള്ളൂ. ഒന്നുകിൽ ഇയർ അല്ലെങ്കിൽ മന്ത്, വർഷവും മാസവും. ഒന്നുകിൽ അവിടെ ഇയർ ഈക്വൽ ആയിരിക്കണം, ഒന്നുകിൽ ഇയർ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ മാസം ഈക്വൽ ആയിരിക്കണം. എന്ന് പറയുക ഏതെങ്കിലും ഒരു പാർട്ട് ഈക്വൽ ആയിരിക്കും. മാസം ഈക്വൽ ആണെങ്കിൽ നമ്മൾ വർഷം ചെയ്യുമായിരുന്നു, വർഷം ഈക്വൽ ആയിരുന്നെങ്കിൽ നമ്മൾ മാസം ചെയ്യുമായിരുന്നു. ഇങ്ങനെയാണ് കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ ചെയ്തത്. എന്നാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ടും ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യം എല്ലാവരും നോക്കുക. 2010 തന്നിട്ട് 2015 ചോദിക്കുമ്പം വർഷം മാറുകയാണ്. ജനുവരി തന്നിട്ട് മാർച്ച് ചോദിക്കുമ്പം മാസവും മാറുകയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് 2 പാർട്ടും തുല്യമല്ല, 2 പാർട്ടും ഡിഫറൻ്റ് ആണ്. മന്തും തുല്യമല്ല, അടുത്ത വർഷവും തുല്യമല്ല. അങ്ങനെയുള്ള ചോദ്യമാണ്. ഇവിടെ എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സുനിൽ ദത്ത്. നിങ്ങൾ മുടങ്ങാതെ നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കണക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് സാധൂകരിക്കാൻ പറ്റും. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ടൈപ്പ് 8 ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: 2010 ജനുവരി 15 എന്ന് പറഞ്ഞ തിങ്കളാഴ്ചയായാൽ 2015 മാർച്ച് 10 ഏത് ദിവസമാണ്? ചോദ്യം എല്ലാവർക്കും ഓക്കെയാണ്. കലണ്ടറിൻ്റെ ഒരു ചോദ്യം വായിച്ച് മനസ്സിലാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. 2010 ജനുവരി 15 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. എന്നാൽ മറ്റൊരു വർഷത്തിലെ 2015 മാർച്ച് 10 ഏത് ദിവസം എന്ന് ചോദിച്ചാൽ നിങ്ങളത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നിങ്ങൾ ആദ്യം ഇത് പറയണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് പറയണം. അതിങ്ങനെയാണ്: 2010 ജനുവരി 15 നിങ്ങൾക്ക് അറിയാവുന്നത്. 2010 ജനുവരി 15 നിങ്ങൾക്ക് അറിയാം, ഇതറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്: 2010 ജനുവരി 15 ഉണ്ടെങ്കിൽ നിങ്ങൾക്കിനി ഏത് വർഷത്തെ വേണമെങ്കിലും ജനുവരി 15 പറയാൻ പറ്റും. മറ്റൊരു ദിവസം നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ജനുവരി 15 മാത്രമായിരിക്കും. അത് ചെയ്യാൻ നിങ്ങൾക്കറിയാം. മറ്റൊരു വർഷത്തിൽ ജനുവരി 15 കാണുന്നതൊക്കെ തൊട്ട് മുമ്പുള്ള ടൈപ്പിൽ, ഈ 8ാമത്തെ ടൈപ്പിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ആഡ് ചെയ്യാം, മറ്റുള്ള വീഡിയോസ് ആഡ് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. കണ്ടിട്ട് വന്നാൽ ഇത് കുറെ കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഞാനത് ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെയായിരുന്നു: 2010 ജനുവരി 15 തിങ്കളാഴ്ചയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് 2010 ജനുവരി 15 ഉണ്ടെങ്കിൽ നിങ്ങൾക്കിനി ഏത് വർഷത്തെ വേണമെങ്കിലും ജനുവരി 15 പറയാൻ പറ്റും. ജനുവരി 15 പറയാൻ പറ്റും. ജനുവരി 15 മാത്രമേ പറയാൻ പറ്റൂ. എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും സെയിം ഡേ മാത്രമേ കാണാൻ പറ്റൂ. നമുക്കെപ്പോഴും സെയിം ഡേ മാത്രമേ കാണാൻ പറ്റൂ. സോ നമ്മൾ ഇങ്ങനെ പറയും: 2010 തന്നത് ഞാൻ അങ്ങ് എഴുതുകയാണ്. 2010 ഏത് ദിവസമുണ്ട്? ജനുവരി 15 ഉണ്ട്. ജനുവരി 15 എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ്? തിങ്കളാഴ്ച. എന്നാ നിങ്ങൾ പറയും 2010 ജനുവരി 15 ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ഇനി ഏത് വർഷത്തെ വേണമെങ്കിലും എന്ത് കാണാൻ പറ്റും? ജനുവരി 15 കാണാൻ പറ്റും. ജനുവരി 15 മാത്രമേ കാണാൻ പറ്റൂ. ജനുവരി 15 മാത്രമേ കാണാൻ പറ്റൂ. അത് ഉറപ്പിക്കാമല്ലോ. സെയിം ഡേ മാത്രമേ കാണാൻ പറ്റൂ. സോ ഇവിടെ ജനുവരി 15 ഉള്ളത് കൊണ്ട് നമ്മൾ അടുത്ത ജനുവരി 15 കാണും. എന്നാൽ ഇനി നമുക്ക് ആലോചിക്കാം, ഏത് വർഷത്തെ ജനുവരി 15 കാണണം? എടാ, ചോദ്യം 2015 അല്ലേ എടാ ചോദിച്ചേ? ചോദ്യം ചോദിച്ച 2015 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2015 നമുക്ക് വരണ്ടേടാ. അന്നേരം അങ്ങനല്ലേ പറയണ്ടേ? അന്നേരം നമ്മൾ എന്തു പറയും? 2010 ജനുവരി 15 ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്തു പറയും? ചോദ്യം ചോദിച്ച വർഷം 2015 ആയതുകൊണ്ട്
2015ലെയും എന്തു പറയും? ജനുവരി 15 പറയുമല്ലോ, പറയും. എന്നാ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ ചെയ്യണ്ടേ നോക്ക്. ഇതാ ചോദ്യം. ഇനി ഇതാ ചോദ്യം. ഏതാ? 2010 ജനുവരി 15 ഉണ്ടെങ്കിൽ 2015 ജനുവരി 15 കാണുന്നതാണ് നമ്മുടെ ചോദ്യം, ആണല്ലോ. എന്നാ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ പറയണം. ഇവിടെ നമ്മൾ ഡേറ്റ് അങ്ങ് തുല്യമാക്കി, ജനുവരി 15 ഡേറ്റ് തുല്യമാക്കി. അത് കഴിഞ്ഞു. ഡേറ്റ് തുല്യമാണെങ്കിൽ കണക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്തതാ. അതിന്റെ ബാലൻസ് ഒന്നുകൂടെ പറയുക. ആദ്യം ചെയ്യേണ്ടത് വർഷത്തിന്റെ വ്യത്യാസം എടുക്കണം. 2015ന്റെയും 2010ന്റെയും വ്യത്യാസം എടുക്കണം. അങ്ങനെ 15 10 കുറയ്ക്കുമ്പം നമുക്ക് 5 കിട്ടും. 5 കിട്ടിയോ? കിട്ടി. ഇനി വേണ്ടത് ഈ വർഷത്തിനകത്ത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ പറയണം. ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ പറയണം. 2010 മുതൽ 2015 വരെയുള്ള ലീപ്പ് ഇയർ പറയണം. എന്ന് വെച്ചാൽ 2010 മുതലാവുമ്പം 2010 ലീപ്പ് ഇയർ അല്ല. സോ 2010 കഴിഞ്ഞാ വരുന്ന ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അത് 2012 എന്ന് പറയണം. സോ ലീപ്പ് ഇയർ ഏതാ? 2012. 2010 അല്ലല്ലോ, അതുകൊണ്ട് 2010 പറയണ്ട. പിന്നെ 2015 ലീപ്പ് ഇയർ ആണോ? അതും വേണ്ട. 2012 കഴിഞ്ഞാൽ പിന്നെ 2016 വരും. അത് വേണ്ടല്ലോ, കാരണം 10ന്റെയും 15ന്റെയും ഇടയ്ക്ക് ലീപ്പ് ഇയർ 2016 ഉള്ളൂ. സോ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് പറയണം. 2010ന്റെയും 2015ന്റെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 1 ലീപ്പ് ഇയർ ഉള്ളത് കൊണ്ട് ഈ കിട്ടിയ ഡിഫറൻസ് എത്ര? 5. അതിൻ്റെ കൂടെ ആ ലീപ്പ് ഇയറിന്റെ എണ്ണം എത്ര? ലീപ്പ് ഇയറാ? 1 ലീപ്പ് ഇയർ. ആ ലീപ്പ് ഇയറിന്റെ എണ്ണം 1. ഒന്നുകൂടെ കൂട്ടിയിട്ട് 5ന്റെ കൂടെ 1 കൂട്ടിയിട്ട് 6 എന്ന് പറയും. 6 എന്ന് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ പറയണം തന്ന ദിവസം തിങ്കളാഴ്ചയായിട്ട്, തിങ്കളാഴ്ച ആയതുകൊണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞാ വരുന്ന 6ാമത്തെ ദിവസം പറയൂന്ന് പറയണം. തിങ്കളാഴ്ച കഴിഞ്ഞാ വരുന്ന 6ാമത്തെ ദിവസം പറയണം. സോ തിങ്കളാഴ്ച കഴിഞ്ഞാ വരുന്ന 6ാമത്തെ ദിവസം ചൊവ്വ. തിങ്കൾ കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് തിങ്കൾ എണ്ണരുത്. അടുത്ത ദിവസം തൊട്ട് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. കിട്ടി. അന്നേരം തിങ്കൾ കഴിഞ്ഞാൽ വരുന്ന 6ാമത്തെ ദിവസം ഏതാന്ന് കിട്ടി? ഞായറെന്ന് കിട്ടി. കിട്ടിയേ? ഇനി ഇതങ്ങോട്ട് എടുത്തെഴുതണം. ഇപ്പൊ എന്തുവാ കിട്ടിയെന്ന് വെച്ചാൽ അതങ്ങോട്ട് എടുത്തെഴുതണം. എഴുതിയേ? എന്തുവാ ഇപ്പം കിട്ടിയ? 2015 എഴുതുവാണേ. 2015 ഏത് കിട്ടി? ജനുവരി 15. 2015 ജനുവരി 15 ഏത് ദിവസം? ഞായറാഴ്ച എന്നല്ലേ കിട്ടിയേ? ഞായറാഴ്ച എന്ന് കിട്ടിയ. ഇനി നമ്മുടെ ചോദ്യം ചോദിച്ചേ എന്താ? 2015 മാർച്ച് 10 ചോദിച്ചേ. അതങ്ങോട്ട് എഴുതും. എന്താ ചോദിച്ചേ? 2015 മാർച്ച് മാസം 10 ചോദിച്ചേ. അത് എഴുതിയല്ലോ. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞേ, 2015 ജനുവരി 15 തന്നിട്ട് 2015 മാർച്ച് 10 ചോദിച്ചേ. സോ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പം നമ്മൾ പറയും, നമുക്കിത് കിട്ടിയത് കൊണ്ട് ആ ചോദ്യം കണ്ടപ്പം നമ്മൾ അങ്ങനെ പറയും, 2015 വർഷം തുല്യമായോ? വർഷം തുല്യമായല്ലോ. ഈക്വൽ ഇയർ ആണെന്ന് മനസ്സിലായി. ഈക്വൽ ഇയർ ആണെങ്കിൽ പിന്നെ ജനുവരി 15 ഉണ്ടെങ്കിൽ മാർച്ച് 10 ചോദിച്ചാൽ ഇതായിരുന്നു നമ്മുടെ ടൈപ്പ് 1 ചോദ്യം. 1ാമത്തെ ടൈപ്പില് കലണ്ടറിൽ നമ്മൾ പഠിച്ചത് ഈ കണക്കായിരുന്നു. ഈക്വൽ ഇയറിനകത്തെ ഒരു ഡേ ഉണ്ടെങ്കിൽ മറ്റൊരു ഡേ കാണുന്ന എങ്ങനെ? ഈക്വൽ ഇയറിനകത്തെ 2015 2015 ഈക്വൽ ഇയറിനകത്തെ ഒരു ഡേ ഉണ്ടെങ്കിൽ മറ്റൊരു ഡേ കിട്ടാൻ വേണ്ടി തന്ന മാസങ്ങളിലെ ആദ്യത്തെ മാസം ആദ്യം പറയണം. തന്ന മാസങ്ങളിലെ ആദ്യത്തെ മാസം ജനുവരിയും മാർച്ചും, അതിനകത്തെ ആദ്യത്തെ മാസം ജനുവരി പറയണം. ആദ്യത്തെ മാസം പറഞ്ഞ ആകെയുള്ള ദിവസങ്ങളുടെ എണ്ണം പറയണം. ആദ്യത്തെ മാസം പറഞ്ഞ ആകെയുള്ള ദിവസങ്ങളുടെ എണ്ണം ജനുവരിയിലാകെ 31 ദിവസം പറഞ്ഞു. അത് പറഞ്ഞ ആദ്യത്തെ മാസം ജനുവരി, ആകെയുള്ള ദിവസങ്ങളുടെ എണ്ണം 31 എന്ന് പറഞ്ഞ
തന്നതങ്ങ് കുറയ്ക്കണം. തന്നത് കുറച്ച 31 15 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 16 കിട്ടും. ജനുവരി ഇനി 16 ദിവസം. ജനുവരി കഴിഞ്ഞു. ജനുവരി ആകെ 31 ഉണ്ട്. 15 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 16 ദിവസം. ജനുവരി കഴിഞ്ഞു. ജനുവരി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഫെബ്രുവരി. ഫെബ്രുവരി എടുക്കുമ്പോൾ ലീപ്പ് ഇയർ ആണോ നോക്കണം. ലീപ്പ് ഇയർ നോക്കാൻ 2015 എന്ന് പറഞ്ഞാൽ 15 4ന്റെ ഗുണിതം അല്ല. സോ ലീപ്പ് ഇയർ 15 4ന്റെ ഗുണിതം അല്ലാത്തതുകൊണ്ട് ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ലാത്തതുകൊണ്ട് എത്ര ദിവസം? 28 ദിവസം. ജനുവരി ഫെബ്രുവരി. ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം പറയണം, മാർച്ച് പറയണം. മാർച്ച് പറയുമ്പം മാർച്ചാണ് ചോദ്യം. മാർച്ച് എത്ര ആണോ ചോദിച്ചേ അത്രയും പറഞ്ഞാൽ മതി. മാർച്ച് 5 ചോദിച്ചാൽ 5 പറഞ്ഞാൽ മതി. മാർച്ച് 10 ചോദിച്ചാൽ 10 പറഞ്ഞാൽ മതി. മാർച്ച് 15 ചോദിച്ചാൽ 15 പറഞ്ഞാൽ മതി. സോ മാർച്ച് 10 ചോദിച്ചേ, അതുകൊണ്ട് എത്ര പറയും? 10 പറയും. കിട്ടിയല്ലോ. ദിവസമൊക്കെ എഴുതി വെച്ചു. ഏതൊക്കെയാ ദിവസം കിട്ടിയേ? 16 28 10 കിട്ടിക്കഴിഞ്ഞാൽ 2 മാർഗത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഓരോന്നിനകത്തെ ഓർഡേഴ്സ് ഓരോ നമ്പറിനെ എഴുതി അങ്ങോട്ട് സെപ്പറേറ്റ് ഹരിച്ചേരിച്ച് ഓർഡേഴ്സ് എടുക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഓർഡർ എടുക്കണം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ ഈ കണക്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇതെല്ലാം കൂടെ കൂട്ടുമെന്ന് പറഞ്ഞാൽ 28ന്റെ കൂടെ 16 കൂട്ടണം. 28ന്റെ കൂടെ 16 കൂട്ടി എത്ര കിട്ടും? 28 6 34 10 44. ഒരു 10 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 44ന്റെ കൂടെ 10 കൂട്ടിക്കഴിഞ്ഞാൽ 54 എന്ന് കിട്ടി. എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 54 കിട്ടി. കിട്ടിയല്ലോ. എന്നിട്ട് ഇതിനകത്ത് ഓർഡർ എടുക്കണം. ഓർഡർ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 7 കൊണ്ട് ഹരിക്കണം. ഓർഡർ എടുക്കാൻ വേണ്ടി 7 കൊണ്ട് ഹരിക്കുമ്പോൾ 54 7 കൊണ്ട് ഹരിക്കുമ്പം 54നകത്ത് 7 തവണ 7 × 7 49 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസം? 5 ദിവസം. സോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം, ഈ കണക്കിന്റെ ഉത്തരം 5 ആണ്. വർഷവും ചെയ്തു, മാസവും ചെയ്തു, ഉത്തരം 5 കിട്ടി. എന്നാൽ അവസാനം നമുക്ക് കിട്ടിയ ഡേ ഞായറാഴ്ചയായിരുന്നു. വീണ്ടും നമ്മൾ പറയും ഞായറാഴ്ച കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം. ഞായറാഴ്ച കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം. 1 തിങ്കൾ, 2 ചൊവ്വ, 3 ബുധൻ, 4 വ്യാഴം, 5 വെള്ളി. 5ാമത്തെ ദിവസം വെള്ളി. സോ ആൻസർ ഇസ് ഈക്വൽ ടു വെള്ളിയാഴ്ചയാണ് ഈ ചോദ്യത്തിന്റെ നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, നല്ലതുപോലെ മനസ്സിലാക്കണം. ഒരിത്തിരി ചെയ്യാനുണ്ട്. കാരണം നമ്മളിവിടെ വർഷവും ചെയ്തു, വർഷവും ഈക്വലാക്കി, മാസവും ഈക്വലാക്കി. വർഷവും ചെയ്തു, മന്തും ചെയ്തു, രണ്ടും ചെയ്ത് നമ്മൾ ഉറപ്പിക്കണം. ഒന്നുകൂടെ കാണണം. നമ്മളൊരു 2 കണക്കൂടെ ചെയ്യും. 2ഓ 3ഓ ചോദ്യം നമ്മൾ ചെയ്യും. അതുകൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഒന്നുകൂടെ ഒന്ന് നോക്കിയേ, ഒന്നുകൂടെ ഒന്ന് കണ്ടേ, എന്നിട്ട് ഇതങ്ങ് ഉറപ്പിച്ചേ. ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോവാം. 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2005 ജൂൺ 20 വെള്ളിയായാൽ 2005 ഒക്ടോബർ 5 ഏത് ദിവസമായിരിക്കും? ഓക്കെ, നമ്മൾ ചെയ്യും. നമ്മളത് കാര്യങ്ങൾ എഴുതി പറയും. നിങ്ങൾ ഈ കണക്കൂടെ ശ്രദ്ധിക്കണം. ഇതുകൂടെ ശ്രദ്ധിച്ച് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ തനിയെ ചെയ്യാൻ നോക്കാവൂ. ഇതുകൂടെ ഒന്ന് കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ടേ തനിയെ ചെയ്യാവൂ. 2005 ജൂൺ 20 വെള്ളിയാണ്. ആദ്യം അതങ്ങ് എഴുതണം. നമുക്ക് അറിയാവുന്ന എഴുതണം. ചോദ്യം ചോദിക്കുന്നത് 2025 മനസ്സിലായി. ഡേ സെയിം അല്ല എന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ ഇനി മറ്റൊന്നും ആലോചിക്കേണ്ട. തന്ന ഡേറ്റ് അങ്ങ് എഴുതണം. ഇതാണ് ഡേറ്റ, അതങ്ങ് എഴുതണം. എന്താ? 2005. 2005 ഏത് ദിവസം? ജൂൺ മാസം 20. അത് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ചയാണെന്ന് എഴുതിക്കോണം. എഴുതാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. 2005 ജൂൺ 20 എന്ന് പറഞ്ഞ ഏത് ദിവസം? വെള്ളിയാഴ്ച. അതെഴുതി. ഇത് എഴുതിയിട്ട് നിങ്ങൾ പറയണം, നിങ്ങൾക്ക് എന്തറിയാം എന്ന് പറയണം. നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് ജൂൺ 20 അറിയാം. ജൂൺ 20 അറിയാമെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ ഉറപ്പിച്ച്, നിങ്ങൾക്ക് ജൂൺ 20 അറിയാമെങ്കിൽ നിങ്ങൾക്കിനി ഏത് വർഷത്തെ വേണമെങ്കിലും 2005 ജൂൺ 20 അറിയാമെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ പറയും, നിങ്ങൾക്കിനി ഏത് വർഷത്തെ വേണമെങ്കിലും എന്ത് കണ്ടുപിടിക്കാൻ അറിയാം? ജൂൺ 20 കണ്ടുപിടിക്കാൻ അറിയാം. ജൂൺ 20 മാത്രമേ കണ്ടുപിടിക്കാൻ അറിയൂ. മറ്റൊന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം ജൂൺ 20 ഉണ്ടെങ്കിൽ നിങ്ങൾക്കിന് സെയിം ഡേ മാത്രമേ കാണാൻ പറ്റൂ. സോ നിങ്ങൾക്ക് ജൂൺ 20 മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. ജൂൺ 20 മാത്രം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ പറയും,
ചോദ്യം ചോദിച്ചത് 2025 ആയതുകൊണ്ട് 2025 ഒക്ടോബർ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ എന്ത് കാണാം? 2025 ജൂൺ 20 കണ്ടുപിടിക്കാമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. എന്നാ പിന്നെ ഇതങ്ങ് ചെയ്യും. ബാക്കി പിന്നെ ഇതങ്ങ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? ജൂൺ 20 ഡേ നമ്മൾ സെയിം ആക്കിയല്ലോ. ആക്കിക്കഴിഞ്ഞ വർഷത്തിലേക്ക് വാ. 2025ഉം 2005ഉം ആദ്യത്തെ സ്റ്റെപ്പ് 2025 2005 കുറയ്ക്കണം. 2025 2005 കുറച്ച 25 5 കുറയ്ക്കണം. 25 5 കുറച്ച 20 കിട്ടി. അത് എഴുതി കഴിഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയും ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എഴുതാൻ പറയും. ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എന്ന് പറയുമ്പം ആദ്യത്തത് 2005 അത് ലീപ്പ് ഇയർ അല്ല. സോ 2005 കഴിഞ്ഞാ വരുന്ന ലീപ്പ് ഇയർ 2008 4ന്റെ ഗുണിതം 8. സോ 2005 കഴിഞ്ഞാ വരുന്ന ലീപ്പ് ഇയർ 2008. 2008 കഴിഞ്ഞാ വരുന്ന ലീപ്പ് ഇയർ 8ന്റെ കൂടെ 4 കൂട്ടിയ 2012. അത് കഴിഞ്ഞാ വരുന്ന ലീപ്പ് ഇയർ 12ന്റെ കൂടെ 4 കൂട്ടിയ 16, 16ന്റെ കൂടെ 4 കൂട്ടിയ 20, 20ന്റെ കൂടെ 4 കൂട്ടിയ 24, 2024. ഇത്രയാണ് ലീപ്പ് ഇയർ. സോ 2005 മുതൽ 2025 വരെയുള്ള ലീപ്പ് ഇയർ ആണ് ഇത്ര എഴുതി വെച്ചേക്കുന്നത്. എന്നാ പറ എത്ര ലീപ്പ് ഇയർ ഉണ്ട്? ലീപ്പ് ഇയറിന്റെ എണ്ണം 1 2 3 4 5 5 ലീപ്പ് ഇയർ. അതുകൊണ്ട് ഡിഫറൻസിന്റെ കൂടെ ലീപ്പ് ഇയറിന്റെ എണ്ണം കൂട്ടും. എത്ര ലീപ്പ് ഇയർ? 5 ലീപ്പ് ഇയർ ആകുമ്പോൾ 5 കൂട്ടുമ്പം 20ന്റെ കൂടെ 5 കൂട്ടിയ 25 കിട്ടും. 25 കിട്ടിയ അന്നരേ പറയണം. 25 കിട്ടിയ അന്നരേ പറയണം. 25നകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് പറയണം. 25നകത്തുള്ള ഓഡ് ഡേയ്സ് കിട്ടാൻ വേണ്ടി 25നെ 7 കൊണ്ട് ഹരിക്കുമ്പം എത്ര കിട്ടും? 3 7 21 പോയി കഴിഞ്ഞാൽ ബാക്കി 4 കിട്ടും. ഓഡ് ഡേ 4 കിട്ടും. 4 കിട്ടുമ്പം ഈ തന്ന വെള്ളിയുടെ കൂടെ 4 കൂട്ടണം. വെള്ളിയുടെ കൂടെ 4 കൂട്ടി വെള്ളി കഴിഞ്ഞ ശനി ഞായർ തിങ്കൾ ചൊവ്വ 4ാമത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് കിട്ടിയെന്ന് പറയണം. ഇത്രയും ആദ്യം പറയണം. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിക്കാം. ഇത് കിട്ടി. കാരണം ഇയറിന്റെ കണക്കുകളൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്തതാണ്. ഇത് കിട്ടിയെങ്കിൽ അടുത്ത നിങ്ങൾ പറ ഇപ്പൊ എന്ത് കിട്ടി? ഇപ്പൊ എന്ത് കണ്ടുപിടിച്ചെന്ന് പറ. ഇപ്പം കണ്ടുപിടിച്ചതാണ്ട് ഇതാ കണ്ടുപിടിച്ചേ. അത് നമുക്ക് എഴുതാം. എന്തോ കിട്ടിയേ? 2025 ഏതാ കിട്ടിയേ? ജൂൺ മാസം. 2025 ജൂൺ മാസം 20-ാം തീയതി ഏത് ദിവസം? ചൊവ്വാഴ്ച എന്ന് കിട്ടിയോ? കിട്ടി. എന്നാൽ എന്താണ് ചോദ്യം ചോദിക്കുന്നത് എന്താ? 2025 ഏതാണ് ചോദിച്ചേ? ജൂൺ 20 ഉണ്ടെങ്കിൽ ചോദ്യം ചോദിച്ചത് ഒക്ടോബർ മാസം 5 അല്ലേ ചോദിച്ചേ? 5ആണ് ചോദിച്ചേ. ക്ലിയർ? ഓക്കെ. എന്നാൽ നമുക്ക് നേരെ അതിലേക്ക് പോവാം. നമുക്ക് എന്താ കിട്ടിയേ? 2025 ജൂൺ 20 ചൊവ്വാഴ്ചയാണെങ്കിൽ ഇനി ഇതാ നമ്മുടെ ചോദ്യം. 2025 ഒക്ടോബർ 5 കാണണമെങ്കിൽ അവിടെ നമ്മൾ പറയും നമ്മൾ നമ്മുടെ ഇയർ സെയിം ആക്കി 2025 കൊണ്ടുവന്നു. 2005 2025 കൊണ്ടുവന്നു. ഇനി നമുക്ക് മാസം നോക്കിയാൽ മതി. ജൂൺ 20 ചൊവ്വാഴ്ചയാണെങ്കിൽ ഇത് മാത്രം നോക്കിയാൽ മതി. ജൂൺ 20 ചൊവ്വാഴ്ചയാണെങ്കിൽ ആ വർഷത്തിലെ 2025 ഒക്ടോബർ 5 എത്രാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രൊസീജിയർ മാസമാണെങ്കിൽ ജൂൺ ഒക്ടോബറും ആദ്യത്തെ മാസം പറയണം. ആദ്യം പറയണം. ജൂണും ഒക്ടോബറും ആദ്യത്തെ മാസം ജൂൺ പറഞ്ഞ അന്നരേ പറയണം. ജൂണിലാകെ എത്ര? ജൂണിലാകെ 30 എണ്ണം. 30 ദിവസം. ആ 30 തന്നത് കുറയ്ക്കണം. തന്ന 20 എണ്ണം പോണം. 30 20 പോയി കഴിഞ്ഞാൽ ബാക്കി 10 എണ്ണം. ജൂണിന് 10 ദിവസമുണ്ട്.
20 ദിവസം പോയി, ആകെ 30 എണ്ണം ഉണ്ട്. 30 20 എണ്ണം പോയി, ബാക്കി 10. ഇത്രയേ ഉള്ളൂ. ജൂൺ എഴുതിയോ ടോട്ടൽ എഴുതിക്കോണം. എപ്പോഴും ഫാസ്റ്റ് എഴുതിയാൽ ടോട്ടൽ എഴുതിക്കോണം. അതേതായാലും ജൂൺ എഴുതി, ജൂണിലാകെ ടോട്ടൽ 30. തന്നത് കുറയ്ക്കണം. 30 20 പോയി കഴിഞ്ഞാൽ 10. ജൂൺ കഴിഞ്ഞു. ജൂൺ കഴിഞ്ഞ അടുത്തയിലോട്ട് പോവാം, ജൂലൈയിലോട്ട് പോവാം. ജൂലൈ എത്ര? ജൂലൈ 31 ഉണ്ട്. അത് മൊത്തം എഴുതണം, ബാക്കിയൊക്കെ മൊത്തം എഴുതിക്കണം. ജൂലൈ 31. ജൂലൈ കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റിൽ പോകണം. ഓഗസ്റ്റ് 31. അടുപ്പിച്ച് 31 ജൂലൈ ഓഗസ്റ്റ് പോവാം, അത് 31. ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ സെപ്റ്റംബറിൽ പോകണം. സെപ്റ്റംബർ 30 ഉള്ള. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒക്ടോബറിൽ പോകണം. ഒക്ടോബറിൽ പോകുമ്പോൾ പറയണം, ഒക്ടോബർ മൊത്തവും പറയരുത്, കാരണം ഒക്ടോബറാണ് ചോദിച്ച്. അവസാനത്തെ മാസം ഒക്ടോബർ. അവസാനത്തെ മാസമാണെങ്കിൽ എവിടം വരെ ചോദിച്ചോ അവിടം വരെ പറയണം. എന്നാ പറ, ഒക്ടോബർ എത്ര എണ്ണം ചോദിച്ചു? ഒക്ടോബർ 5 എണ്ണം ചോദിച്ചു. സോ ഒക്ടോബറിൽ എത്ര പറയും? 5 പറയും. ഒക്ടോബറിൽ എത്ര പറഞ്ഞാൽ മതി? 5 പറഞ്ഞാൽ മതി. ഒക്ടോബർ 5 എഴുതി വെച്ചു. കിട്ടിയല്ലോ. ഇനി നമുക്ക് എല്ലാത്തിനകത്തെയും ഓർഡേഴ്സ് പറയാം. നേരത്തെ നമ്മൾ ചെയ്തത് ഇതെല്ലാം കൂടെ കൂട്ടിയല്ലേ ചെയ്ത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്ത് പഠിക്കുന്നവർ അങ്ങനെ ചെയ്തോ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 7 കൊണ്ടായിരിക്കണം. എന്നാൽ മറ്റൊരു മാർഗം കൂടെ പറയാം. കൂട്ടാതെ ഈ കിട്ടിയ നമ്പറുകൾ ഉണ്ടല്ലോ, ഈ ഓരോ നമ്പറിനകത്തും എത്ര ഓർഡേഴ്സ് ഉണ്ടെന്ന് പറയണം. ഓരോ നമ്പറിനകത്തും എത്ര ഓർഡേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഈ ഓരോ നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പറയണം. ഓരോ നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പറയണം. എന്ന് വെച്ചാൽ 10നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പറയണം. ശിഷ്ടം പറയണം. 10നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 10നെ 7 കൊണ്ട് ഹരിച്ചാൽ പറയടേ, 1 × 7 7. 10 7 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം? 3 എണ്ണം. ബാക്കി 3 ദിവസം. സിമ്പിൾ അല്ലേ, വളരെ എളുപ്പം. 10നെ 7 കൊണ്ട് ഹരിച്ചാൽ ബാക്കി എത്ര? ഒരാഴ്ച പോയി. 1 × 7 പോയി കഴിഞ്ഞാൽ ബാക്കി 3. വളരെ എളുപ്പം. എന്നാൽ 31നെ 7 കൊണ്ട് ഹരിച്ച് പറഞ്ഞ് 31നകത്ത് 7 എത്ര തവണയുണ്ട്? 31നകത്ത് 7 1 × 7 7, 2 × 7 14, 3 × 7 21, 4 × 7 28. 31 4 7 28 എണ്ണം ഉണ്ട്. നമുക്കതല്ല വേണ്ട, റിമൈൻഡർ വേണ്ട. അന്നേരം 4 7 28 പോയി കഴിഞ്ഞാൽ 31 28 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം? 3 എണ്ണം. ഓക്കെയാണ്, അതും കിട്ടി. വീണ്ടും ഇവിടെ അത് തന്നെ 31 4 7 28 പോയി കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണം. അതും ഓക്കെ. എന്നാൽ പിന്നെ 30 എത്ര? ഈ പറഞ്ഞ പോലെ തന്നെ അല്ലേ, 4 7 28. അന്നേരം 4 7 28 പോയി കഴിഞ്ഞാൽ 30 28 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഉള്ളു. അതും കിട്ടി. എന്നാൽ പിന്നെ 5 5 അങ്ങ് എഴുതി. കാരണം 7ന് മേളിലാണെങ്കിൽ മാത്രം 7 കൊണ്ട് ഹരിച്ചാൽ മതി. 7ന് മേളിലാണെങ്കിൽ മാത്രം 7 കൊണ്ട് ഹരിച്ചാൽ മതി. 7 താഴെ ആണെങ്കിൽ ഹരിക്കണ്ട. ഈ 5 എണ്ണം ഒറ്റ ദിവസമായിരിക്കും. 5 അങ്ങ് എഴുതി വെച്ചാൽ മതി. 5 എഴുതി വെച്ചു. കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം അങ്ങ് കൂട്ടി വെച്ചാൽ മതി. കിട്ടിയ ഓർഡേ കൂട്ടണം. കൂട്ടിപ്പറ. 3ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 6 കിട്ടി. 6ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 9 കിട്ടി. 9ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 11 കിട്ടി. 11ൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയപ്പം 16 കിട്ടി. 16 കിട്ടിയല്ലോ. എന്നാൽ ഈ 16നകത്ത് ഇനി ഓർഡേ പറയണം. നമുക്ക് എപ്പോഴും ഓർഡേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കണം. 16നകത്ത് ഓർഡേ എത്ര വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 16നകത്ത് ഓർഡേ എത്ര ആലോചിച്ച് പറയാം. അല്ലെങ്കിൽ 16നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 2 7 14 പോയാൽ ബാക്കി എത്ര? 2. ബാക്കിയാണ് 2. ഈ 2 അല്ല, ഈ 2 അല്ല വേണ്ട, ബാക്കി 2. ഈ 2 കിട്ടി. സോ ബാക്കി 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം 2 കിട്ടി. ആൻസർ = 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ദിവസം കിട്ടിയ ദിവസം ഏതാ? ചൊവ്വയിൽ കിട്ടിയേ. ആ ചൊവ്വ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസമാണ് ഉത്തരം എന്ന് പറയണം. ചൊവ്വ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസമാകുമ്പോൾ ഏതാണ് ഉത്തരം? ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബുധൻ, 2ാമത്തെ ദിവസമാകുമ്പോൾ വ്യാഴം. സോ നമ്മുടെ ഉത്തരം, ഈ കണക്കിൻ്റെ ഉത്തരം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ്. തേഴ്സ്ഡേ ആണ്, വ്യാഴാഴ്ചയാണ് ഈ കണക്കിൻ്റെ ഉത്തരം. ഇപ്പം നിങ്ങൾക്കൊരു ധാരണയായി. ഇനിയിപ്പോൾ കലണ്ടറിനകത്തെ ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഏത് കണക്ക് വന്നാലും നമ്മളത് ചെയ്യും. ഒരത്യാവശ്യം ഐഡിയാസൊക്കെ ആയി. ഒന്ന് ക്ലിയറായി കാണാം, ഒന്ന് മനസ്സിലാക്കി ഉറപ്പിക്കണം. 2 കണക്കൂടെ നമുക്ക് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കണ്ടേ, എന്നിട്ട് ആ 2 കണക്കൂടെ ഇനി തനിയെ ചെയ്താൽ ക്ലിയർ ചെയ്തേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 2012 ഓഗസ്റ്റ് 15 ഞായറാഴ്ചയായാൽ 2028 ഡിസംബർ 25 ദിവസം. ഇനി നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യും. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങൾക്ക് ഈ കണക്ക് ചെയ്തതിൻ്റെ ലോജിക്കൊക്കെ ഓക്കെയാണ്. എന്നാൽ നമുക്കിനി പറഞ്ഞ് ചെയ്തു പോവാം. 2012 ഓഗസ്റ്റ് 15 ഞായറാഴ്ച നമ്മൾ അതങ്ങ് എഴുതി വെക്കും. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ അതങ്ങ് എഴുതി വെക്കും. ഇതാ എഴുതി വെക്കുകയാണെ, നോക്കിക്കോണം. 2012 ഏത് ദിവസം? ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. ഇതങ്ങ് എഴുതി വെക്കാം. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളിതൊന്ന് പോയി ചെയ്യണം. തനിയെ ചെയ്യണം, തനിയെ ചെയ്ത് തീർക്കണം. എന്നിട്ട് ഇതിന് പ്ലേ ആവും. അങ്ങനെ തന്നെ കാണണം.
നിങ്ങൾ ഇവിടെ വെച്ച് നിന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ ചോദ്യം നിങ്ങൾ തനിയെ ഒന്ന് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് നോക്കണം. അങ്ങനെ ഉറപ്പിക്കണം. 2012 ഓഗസ്റ്റ് 15 ഞായറാഴ്ചയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞു കാണും, ഓഗസ്റ്റ് 15 ഞായറാഴ്ചയാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു കാണും? ഇനി ഏത് വർഷത്തെ വേണമെങ്കിലും ഓഗസ്റ്റ് 15 കാണുമെന്ന് പറയും. അതുകൊണ്ട് 2012 ഉള്ളതുകൊണ്ട് ചോദ്യം 2028 ആയതുകൊണ്ട് നമ്മൾ 2028ലെയും ഓഗസ്റ്റ് 15 കണ്ടുപിടിക്കും. അത് ചെയ്യും അല്ലേ? ആദ്യം ഇത് ചെയ്യും. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാന്നുള്ള ഓഗസ്റ്റ് 15 കണ്ടുപിടിക്കണം. എന്നാൽ ഡേ നമ്മൾ സെയിം ആക്കിയെന്ന് ഉറപ്പിച്ചു. എന്നാൽ ആദ്യം ചെയ്യേണ്ടത് വർഷം 28ഉം 12ഉം. അന്നേരം 28ൽ നിങ്ങൾ 12 കുറച്ചപ്പം 28ൽ നിന്ന് 12 കുറച്ചപ്പം നിങ്ങൾക്ക് എത്ര കിട്ടിക്കാണും? 16 കിട്ടിക്കാണും. കിട്ടിക്കാണുമല്ലോ, 16 കിട്ടി. പിന്നെ നിങ്ങൾക്ക് ലീപ്പ് ഇയർ വേണമെന്നറിയാം. സോ ലീപ്പ് ഇയർ എഴുതി വെക്കുമ്പം 2012 മുതൽ 2028 വരെയുള്ള ലീപ്പ് ഇയർ എഴുതുമ്പം ആദ്യത്തെ വർഷം 2012, അത് ലീപ്പ് ഇയറാണ്. അതുകൊണ്ട് 2012 തന്നെ എഴുതി വെക്കണം. 2012 ലീപ്പ് ഇയറാണ്. ഓക്കെ, അത് എഴുതി വെച്ചു. അടുത്ത ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടി 12ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 2016 എന്ന് എഴുതണം. അടുത്ത ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടി 16ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 2020 എന്ന് എഴുതണം. അടുത്ത ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടി 20ൻ്റെ കൂടെ 4 കൂട്ടിയിട്ട് 2024 എന്ന് എഴുതണം. അടുത്ത ലീപ്പ് ഇയർ കിട്ടാൻ വേണ്ടി 24ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 2028 എന്ന് എഴുതണം. അത്രയാണ് ചോദിച്ചത്. അന്നേരം ഇത്രയും ലീപ്പ് ഇയർ എന്ന് എഴുതി വെച്ചു. എന്നിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം ഈ ആദ്യത്തെയും അവസാനത്തെയും 2012ഉം 2028 ലീപ്പ് ഇയർ ആണല്ലോ. അത് ലീപ്പ് ഇയർ ആണെന്ന് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. എപ്പോഴും തുടക്കം അവസാനം നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കാണെങ്കിൽ ചെക്ക് ചെയ്യണ്ട. ഈ 2016ഉം 2020ഉം 2024 ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കല്ലേ, ഇടയ്ക്ക് വരുന്ന ചെക്ക് ചെയ്യണ്ട. ഇതൊക്കെ ലീപ്പ് ഇയർ ആയിരിക്കും. പക്ഷേ തുടക്കത്തിലോ അവസാനത്തിലോ വന്നാൽ, നേരത്തെ വന്നില്ലായിരുന്നു, പക്ഷേ ഇത് വന്നതുകൊണ്ട് അത് ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? 2012 ലീപ്പ് ഇയർ ആവണമെങ്കിൽ നിങ്ങൾക്കറിയാം 2012 ഫെബ്രുവരി അതിനകത്ത് വരണം. 2012 ഫെബ്രുവരി 29 ഉണ്ടെങ്കിലേ 2012 ലീപ്പ് ഇയർ ആകും. സോ നമ്മൾ ഇങ്ങനെ വായിക്കണം. ചോദ്യം ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ എന്നല്ലേ നമ്മൾ വായിക്കണ്ടേ? അങ്ങനെ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ ചോദ്യം എവിടെ മുതലാണ് തുടങ്ങണ്ടേ? 2012 ഓഗസ്റ്റ് 15 മുതലേ തുടങ്ങും. അപ്പോഴേ നിങ്ങൾക്ക് ഉറപ്പിക്കാം 2012 ഓഗസ്റ്റ് 15 മുതലേ തുടങ്ങും. ഓഗസ്റ്റ് 15 മുതലേ തുടങ്ങുമെന്ന് വെച്ചാൽ അപ്പോൾ ഉറപ്പിക്കാം 2012 ഫെബ്രുവരി ഇല്ല. കാരണം ഓഗസ്റ്റ് 15 മുതലാണ് തുടങ്ങുന്നത്. ഓഗസ്റ്റ് 15 മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഫെബ്രുവരി വരുന്നത്? 2012 ഓഗസ്റ്റ് തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അങ്ങനെയല്ലേ ഇവിടെ പോകണ്ടേ? അങ്ങനെ പോകണ്ടേ. സോ നിങ്ങൾ പറയും 2012 ഓഗസ്റ്റ് തൊട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ പിന്നെ 2012 ഫെബ്രുവരി ഇല്ല. എന്നാൽ പിന്നെ 2012 ലീപ്പ് ഇയർ അല്ല. വേണ്ടെങ്കിൽ വേണ്ട. 2012 ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. ഓക്കെ. എന്നാൽ ലാസ്റ്റത്തവൻ 2028 അവനെയും കൂടെ കാണണം. അവൻ ലീപ്പ് ഇയർ ആണ്. അതുകൂടെ പറയാം. അവൻ വരെ എവിടം വരെ 2028 ഓഗസ്റ്റ് 15 വരെ. 2028 ഓഗസ്റ്റ് 15 വരെ ഉണ്ട്. എവിടം തൊട്ടാ? 2012 ഓഗസ്റ്റ് തൊട്ട് 2028 2028 ഓഗസ്റ്റ് 15 വരെ ഉണ്ട്. സോ 2028 ഓഗസ്റ്റ് 15 വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2028 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ കഴിഞ്ഞിട്ടാ ഓഗസ്റ്റ് 15 എത്തിയ അവിടം വരെ, ഓഗസ്റ്റ് 15 വരെ. സോ ഓഗസ്റ്റ് 15 വരെ എന്ന് പറയുമ്പം 2028 ഫെബ്രുവരി അതിനകത്ത് വരുന്നുണ്ട്. സോ 2028 ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. എന്നാൽ ലീപ്പ് ഇയറിൻ്റെ എണ്ണം പറയണം. 1, 2, 3, 4 ലീപ്പ് ഇയർ. മറ്റേത് വേണ്ട, മറ്റേ കട്ട് ചെയ്ത് 4 ലീപ്പ് ഇയറുകളിൽ 16ൻ്റെ കൂടെ 4 കൂട്ടി, 16ൻ്റെ കൂടെ 4 കൂട്ടി ഇപ്പോൾ 20 കിട്ടി. എന്നാൽ പിന്നെ നിങ്ങൾ അപ്പോഴും ഓർഡർ കണ്ടുപിടിച്ചാണ്. 20നെ കൊണ്ട് 7 ഹരിക്കുമ്പോൾ 2, 7, 14 പോയി കഴിഞ്ഞാൽ ബാക്കി 6 കിട്ടും. ബാക്കി 6 കിട്ടുമ്പം തന്ന ദിവസം ഞായറാഴ്ച ആകുമ്പോൾ ഞായറിൻ്റെ കൂടെ 6 കൂട്ടും. 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എണ്ണിയെടുത്തോ അത് തലേന്നായിരിക്കും. 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എപ്പോഴും തലേന്നായിരിക്കും. എന്താ ഞായറിൻ്റെ തലേന്നെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയെന്ന് കിട്ടിയോ എന്നറിയാം. ഇതങ്ങ് പറയണേ. ഇനി ഇപ്പം എന്തുവാ കിട്ടിയെന്നങ്ങ് പറയണം. ഇപ്പം എന്തുവാ കിട്ടിയേ? 2028 ഇല്ലേ? ആ കിട്ടിയത് പറയണം. 2028 ഏത് ദിവസം കിട്ടി? ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഏത് ദിവസമാണെന്ന് കിട്ടി? ശനിയാഴ്ചയാന്ന് കിട്ടിയല്ലോ. എന്നാ എന്തുവാ ചോദിച്ചേ? 2028 ഏതാ ചോദിച്ചേ? ഡിസംബർ മാസം 25 ചോദ്യം അല്ലേ? അത് ചെയ്യണം. അതിനി എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം. ഒന്ന് ചെയ്യാമല്ലോ. ഒന്ന് പറഞ്ഞേ. 2028 ഇയർ തുല്യമാക്കി. ഓഗസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ കാണണമെങ്കിൽ ഓഗസ്റ്റിൽ നിന്ന് ഡിസംബർ കിട്ടാൻ വേണ്ടി ആദ്യത്തെ മാസമായിട്ടുള്ള ഓഗസ്റ്റ് പറയണം. ഓഗസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസംബർ കിട്ടാൻ വേണ്ടി ആദ്യത്തെ മാസമായിട്ടുള്ള ഓഗസ്റ്റ് പറയണം. എന്നിട്ട് പറയണം ഓഗസ്റ്റിലാകെ എത്ര ദിവസം? 31 ദിവസം. അതിൽ നിന്ന് തന്നത് കുറയ്ക്കണം. തന്നത് 15 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 16 ദിവസം. ഓഗസ്റ്റ് കഴിഞ്ഞു.
ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സെപ്റ്റംബർ ആണെങ്കിൽ സെപ്റ്റംബർ 30 ദിവസം. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരേണ്ടത് ഒക്ടോബർ ആണെങ്കിൽ ഒക്ടോബർ 31 ദിവസം. ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് നവംബറാണ്, നവംബറിൽ 30 ദിവസം. നവംബർ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഡിസംബറാണ്. ഡിസംബർ എടുക്കുമ്പോൾ ഡിസംബർ എവിടം വരെയാണോ അവിടം വരെ. ഡിസംബർ എത്ര വരെ? 25 വരെ. സോ ഡിസംബറിൽ 25 ദിവസം. അത് എഴുതി വെച്ചു. അതൊക്കെ ഓക്കെയാണ്. ഇനി എല്ലാത്തിനകത്ത് ഓഡ് ഡേയ്സ്. ഓഡ് ഡേ കിട്ടാൻ വേണ്ടി 7ന്റെ പട്ടിക പറ, എന്നിട്ട് ബാലൻസ് പറ, റിമൈൻഡർ പറ. എല്ലാവരും 7ന്റെ പട്ടിക പറ. 16നെ 7 കൊണ്ട് ഹരിക്കുമ്പം 1 × 7 2 × 7 14. സോ 16 ആകുമ്പോൾ 2 7 14. 2 7 14 പോയി. ബാക്കി എത്ര? 2 7 14 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ദിവസം. 30 ആകുമ്പോൾ എത്ര? 1 × 7 2 7 14. 3 7 21. 4 7 28. സോ 30 ആകുമ്പോൾ 4 7 28 പോയി. ബാക്കി എത്ര? ബാക്കി പറയാം. 4 7 28 പോയി കഴിഞ്ഞാൽ ബാക്കി 2. 31 ആകുമ്പോൾ 4 7 28 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 3. 30 ആകുമ്പോൾ 4 7 28 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 2. 25 ആകുമ്പോൾ 3 7 21. 1 × 7 2 7 14. 3 7 21 പോയി കഴിഞ്ഞാൽ 25 ന്ന് 21 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 4 കിട്ടി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി വെക്കും. കൂട്ടുമ്പോൾ 2ന്റെ കൂടെ 2 കൂട്ടിയപ്പം 4, 4ന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 7, 7ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 9, 9ന്റെ കൂടെ 4 കൂട്ടിയപ്പം 13 കിട്ടി. 13 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഡ് ഡേ എടുക്കണം. 13-നകത്തുള്ള ഓഡ് ഡേ എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഹരിച്ചാൽ, അല്ലെങ്കിൽ ആലോചിച്ച് പറഞ്ഞാലേ മതി, വെറുതെ ചെയ്യുന്നതേ ഉള്ളൂ. 13-ന് 7 കൊണ്ട് ഹരിച്ചാൽ 1 × 7 പോയി കഴിഞ്ഞാൽ 13 ന്ന് 7 പോയി കഴിഞ്ഞാൽ 6 കിട്ടും. സോ ആൻസർ വീണ്ടും 6 തന്നെ കിട്ടി. 6 കിട്ടുമ്പം നമുക്ക് നേരത്തെ കിട്ടിയ 6 അത് കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം. ഇവിടെയും നേരത്തെ കിട്ടിയ ദിവസം പറഞ്ഞാൽ മതി. നേരത്തെ കിട്ടിയത് 6 കിട്ടിയപ്പോൾ എത്ര കിട്ടിയ? ശനിയല്ലേ കിട്ടിയേ? അന്നേരം ശനി കിട്ടി. ശനി കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം. ശനി കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ മതി. തലേ ദിവസം പറഞ്ഞാൽ മതി. ശനിയുടെ തലേന്ന്. 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തലേന്നായിരിക്കും. ശനിയുടെ തലേന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ഉത്തരം. സോ ഈ ക്വസ്റ്റ്യൻ്റെ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ്? വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഈ കണക്കിൻ്റെ ഉത്തരം. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഉറപ്പിക്കാം. ഉറപ്പാണ്, നിങ്ങളുടെ ബുക്കിൽ ഉത്തരം വെള്ളിയാഴ്ച ആയിരിക്കും. ആർക്കെങ്കിലും വെള്ളിയാഴ്ച കിട്ടിയില്ലെങ്കിൽ നിങ്ങളിത് ഒന്നുകൂടെ പഠിക്കണം, ഒന്നുകൂടെ കാണണം. ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഒന്നുകൂടെ കാണണം. ഒരു കണക്കൂടെ നമ്മൾ ചെയ്യും. ഞാൻ ചോദ്യം എഴുതും, നിങ്ങൾ ഉത്തരം അപ്പോഴേ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. 2024 മാർച്ച് 10 വെള്ളിയാണ്. 2048 ജൂലൈ 22 ഏത് ദിവസം എന്നാണ് ചോദിച്ചത് അല്ലേ? ചെയ്യാം. ചോദ്യം എല്ലാവരും കണ്ടേ? എല്ലാവരും ചോദ്യം നോക്കിയേ? തനിയെ ചെയ്തോ? ഇത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചോ, വീഡിയോ ഒന്ന് നിർത്തി വെച്ചോ. എന്നിട്ട് തനിയെ ചെയ്യും. തനിയെ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. തനിയെ ചെയ്തിട്ട് ശരിയായാലും തെറ്റായാലും ഉത്തരം കണ്ടുപിടിക്കുക. പിടിച്ചിട്ട് മാത്രം ഇനി ഈ വീഡിയോ കാണണം. എന്നാൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. തെറ്റിക്കഴിഞ്ഞാൽ തെറ്റത്തില്ല, തെറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് മനസ്സിലാക്കാൻ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ തെറ്റ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആദ്യം എല്ലാവരും തനിയെ ചെയ്യണം. ചെയ്തേ പഠിക്കാവൂ. കണ്ടു പഠിക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് ചെയ്ത് പഠിക്കുന്നത്. ചെയ്യണം. ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളത് കണ്ടാൽ മതി. ഓക്കെ, എല്ലാവരും ചെയ്ത് കാണും. എല്ലാവരും ചെയ്ത് കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചെയ്ത് എല്ലാവരും ഉത്തരം കിട്ടിക്കാണും. കിട്ടി നിങ്ങൾ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഒരു ദിവസം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് മാത്രം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ ചെക്കിങ്ങിലേക്ക് പോവാം. നമ്മൾ ചെയ്തതൊക്കെ ശരിയാണോ എന്നുള്ള ചെക്കിങ്ങാണ്. എങ്ങനെ ചെയ്യും? 2024 മാർച്ച് 10 വെള്ളി, 2048 ജൂലൈ 22 ചോദിച്ചാൽ ആദ്യം ചോദ്യം എഴുതുകയാണ്. 2024 മാർച്ച് 10 വെള്ളി. മാർച്ച് 10 വെള്ളിയാണെങ്കിൽ ഞാൻ ഇനി പറഞ്ഞങ്ങ് പോത്തേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇനി ഒരുപാട് നീട്ടത്തില്ല, പറയത്തേ ഉള്ളൂ. മാർച്ച് 10 വെള്ളിയാണെങ്കിൽ അപ്പോഴേ പറയും. ഇനി ഏത് വർഷത്തെ വേണമെങ്കിലും മാർച്ച് 10 കണ്ടുപിടിക്കും. സെയിം ഡേ കണ്ടുപിടിക്കും. മാർച്ച് 10 കണ്ടുപിടിക്കാൻ വേണ്ടി 2024 ഇരുന്നുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ 2048 മാർച്ച് 10 കണ്ടുപിടിക്കും. ഇതാണ് പുതിയ ചോദ്യം. ഇങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് പറയും ഡേ സെയിം ആണ്, മാർച്ച് 10. വർഷം 2024 48, അതിൻ്റെ വ്യത്യാസം എടുക്കും. 48 24 കുറച്ചാൽ അത് 24 കിട്ടും. ഡിഫറൻസ് 24 കിട്ടി. എന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള ലീപ്പ് ഇയർ എടുക്കണം. ആദ്യം മുതലാകുമ്പോൾ ആദ്യത്തെ വർഷം 2024. 2024 എന്ന് പറഞ്ഞാൽ 24 4ൻ്റെ മൾട്ടിപ്ലാ. സോ അത് ലീപ്പ് ഇയർ ആണ്. അടുത്ത ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 24ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 28, 28ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 32, 32ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 36, 36ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 40, 40ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 44, 44ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 48. ഇങ്ങനെയുള്ള ഈ ലീപ്പ് ഇയർ മൊത്തം അങ്ങോട്ട് എഴുതി വെക്കണം. 2000 പിന്നെ കൊടുത്താൽ മതി. ലീപ്പ് ഇയർ എഴുതി വെച്ചു.
എന്നിട്ട് ചെക്ക് ചെയ്യണം ഈ ഇടയ്ക്ക് വരുന്നതൊക്കെ 2024 2048 ഇടയ്ക്കുള്ള ഈ 28, 32, 36, 40, 44 ലീപ്പ് ഇയർ ആയിരിക്കും. പക്ഷേ ആദ്യത്തെ 2024 ഇവിടെ ഉണ്ട്, അവസാനത്തെ 2048 ഇവിടെ ഉള്ളത് കൊണ്ട് തുടക്കവും അവസാനവും ലീപ്പ് ഇയർ ആണെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണാം ഇവിടം മുതൽ ഇവിടം വരെ നിങ്ങൾക്ക് അറിയാം എന്ന് വെച്ചാൽ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ എന്നറിയാം. 2024 മാർച്ച് 10 തൊട്ടാണ് തുടങ്ങിയത്. 2024 മാർച്ച് 10 മുതലേ തുടങ്ങും. സോ 2024 ഫെബ്രുവരി ഇല്ല, ലീപ്പ് ഇയർ ഫെബ്രുവരി ഇല്ലെങ്കിൽ ഇത് ലീപ്പ് ഇയർ അല്ല, 2024 ലീപ്പ് ഇയർ അല്ല എന്ന് മനസ്സിലായി. എവിടം വരെയാ? 2048 മാർച്ച് 10 വരെ ഉണ്ട്. 2048 മാർച്ച് 10 വരെ ഉണ്ടെങ്കിൽ 2048 ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ് മാർച്ച് വന്നത്. സോ 2048 ഫെബ്രുവരി ഉണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. ഇവിടെ ലീപ്പ് ഇയറിൻ്റെ എണ്ണം പറയണം. 1, 2, 3, 4, 5, 6 ലീപ്പ് ഇയർ. 24ൻ്റെ കൂടെ 6 കൂട്ടിയപ്പോൾ 30 കിട്ടി. 30 ആകുമ്പം ഓർഡേഴ്സിൻ്റെ എണ്ണം 30നെ കൊണ്ട് 7 ഹരിച്ചപ്പം 4, 7, 28 പോയി കഴിഞ്ഞാൽ ബാക്കി 2 കിട്ടി. ബാക്കി 2 കിട്ടുമ്പം വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം, വെള്ളി കഴിഞ്ഞിട്ട് 1ാമത്തെ ദിവസം ശനി, 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാണ്. നമ്മുടെ ഈ കണക്കിൻ്റെ ഉത്തരവൊന്ന് കിട്ടിയല്ലോ. എന്നാൽ നമുക്ക് കിട്ടിയതിനി പറയും. 2048 ഏത് ദിവസം കിട്ടിയെന്ന് പറയണം. ഏത് ദിവസം കിട്ടി? മാർച്ച് മാസം 10. മാർച്ച് മാസം 10 ഏത് ദിവസമാണ്? ഞായറാഴ്ച എന്ന് കിട്ടിയല്ലോ. എന്നിട്ട് ചോദ്യം ഇതെല്ലാവർക്കും കിട്ടിക്കാണും. അടുത്ത 2048 ഏതാ ചോദിച്ചേ? ജൂലൈ മാസം 22 ചോദിച്ചേ. അതിലോട്ട് നമ്മൾ പോവുക, അത് നമ്മൾ ചെയ്യാൻ പോവുക. എങ്ങനെ ചെയ്യും? വർഷം സെയിം ആണെങ്കിൽ മാസം മാർച്ച് ഉണ്ടെങ്കിൽ ജൂലൈ കാണാൻ ആദ്യത്തെ മാസമായിട്ടുള്ള മാർച്ച് പറയണം. മാർച്ച് പറഞ്ഞാൽ അപ്പോഴേ ടോട്ടൽ 31 പറയണം. എന്നിട്ട് തന്ന 31ൽ നിന്ന് 10 കുറച്ച 21 എന്ന് പറയണം. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പറയേണ്ടത് ഏപ്രിലാണ്. ഏപ്രിൽ 30 എണ്ണേ ഉള്ളു. ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ മെയ് ആണ്. മെയ് 31 ഉണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ജൂണാണ്. ജൂൺ ആണെങ്കിൽ 30. ജൂൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ജൂലൈ ആണ്. ജൂലൈ എത്ര ചോദിച്ചേ? 22. സോ ജൂലൈ 22 എഴുതി. ക്ലിയർ. ഇനി ഓർഡേഴ്സ് പറയുമ്പം 21 4, 7, 28, 21 3, 7, 21 മതി. 4, 7 വേണ്ട. 3, 7, 21 പോയി കഴിഞ്ഞാൽ ബാക്കി 0 ഉള്ളു. 0 എഴുതിയാൽ മതി. ഇവിടെ 30 4, 7, 28 പോയി കഴിഞ്ഞാൽ ബാക്കി 2. 31 4, 7, 28 പോയി കഴിഞ്ഞാൽ ബാക്കി 3. 30 4, 7, 28 പോയി കഴിഞ്ഞാൽ ബാക്കി 2. 22 3, 7, 21 പോയി കഴിഞ്ഞാൽ ബാക്കി 1. എന്നിട്ട് ഈ ഓർഡർ എല്ലാം കൂടെ കൂട്ടുമ്പം 2ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 5 കിട്ടും. 5ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 7 കിട്ടും. 7ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 8 കിട്ടും. 8 കിട്ടിക്കഴിഞ്ഞാൽ 8നെ 7 കൊണ്ട് ഹരിച്ചാൽ 1 × 7 പോയി കഴിഞ്ഞാൽ ബാക്കി 1 കിട്ടും. സോ ഓർഡർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച കഴിഞ്ഞിട്ട് 1ാമത്തെ ദിവസം. നേരത്തെ നമുക്ക് ഞായറാഴ്ച കിട്ടി. ഞായർ കഴിഞ്ഞിട്ട് 1ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തിങ്കളാഴ്ചയാണ്. നിങ്ങൾ നേരത്തെ എഴുതി വെച്ച നിങ്ങളുടെ ഉത്തരം തിങ്കളാഴ്ചയാണോ എന്ന് നിങ്ങൾക്കിത് ഉറപ്പായി, നിങ്ങൾക്കിത് ക്ലിയറായി. റെഡിയാണ്. എല്ലാവരുടെയും ആൻസർ തിങ്കളാഴ്ച ആയിരിക്കണം. ഇനി ആർക്കെങ്കിലും തിങ്കളാഴ്ച കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ആ തെറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയാ തെറ്റിയെ എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് ആ തെറ്റ് പഠിക്കണം. തെറ്റ് പഠിച്ചാൽ പിന്നെ ഒരിക്കലും ഇത് തെറ്റത്തില്ല. പിന്നെ ഇതെപ്പോഴും നമുക്ക് കിട്ടും. നമുക്കിത് ഉറപ്പിക്കാം. ക്ലിയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ മാത്രമാണ് പറഞ്ഞത്. അതായത് ഒരു ദിവസം ഉണ്ടെങ്കിൽ മറ്റൊരു ദിവസം കാണുന്നതിനകത്ത് വർഷവും മാറി വന്നു, മാസവും മാറി വന്നു. എന്നാൽ ഇനി അടുത്ത ടൈപ്പിലെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, വർഷവും മാറി മാസവും മാറിയപ്പം വർഷം മുമ്പോട്ടായിരുന്നു, മാസം മുമ്പോട്ടല്ലായിരുന്നു. 2010 പറഞ്ഞിട്ട് നമ്മൾ 2020 അല്ലേ ചോദിച്ചേ. ജനുവരി പറഞ്ഞിട്ട് നമ്മൾ മാർച്ചല്ലേ ചോദിച്ചേ. നമ്മളെല്ലാം മുമ്പോട്ടാണ് ചെയ്തേ. പക്ഷേ PSC ചോദിക്കുന്നത് മുമ്പോട്ട് മാത്രമല്ല, പുറകോട്ടും ചോദിക്കും. 2010 പറഞ്ഞിട്ട് 2005 ചോദിക്കും. ഏപ്രിൽ പറഞ്ഞിട്ട് ജനുവരി ചോദിക്കുമ്പം മാസവും പുറകോട്ട് ചോദിക്കും. വർഷവും പുറകോട്ട് ചോദിക്കും, മാസവും പുറകോട്ട് ചോദിക്കും. അങ്ങനെ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ അടുത്ത് ഇനി ചെയ്യാനുള്ളത്. അത് ഒരിത്തിരി കൂടെ വലുതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അതുകൊണ്ട് ഇത്രയും നിങ്ങൾ കണ്ടെന്ന് ഉറപ്പിക്കണം. ഉടനെ ഒരുപാട് താമസിക്കാതെ 2 ദിവസത്തിനുള്ളിൽ വെള്ളിയാഴ്ച തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് കണ്ട് നിങ്ങൾ ആ വീഡിയോ കൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡേയ്സിൻ്റെ കണക്കുകൾ തീരും. കലണ്ടർ നിങ്ങൾക്ക് ഓക്കെ ആവും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വെള്ളിയാഴ്ച തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരുപാട് താമസിക്കുകയില്ല. ഇന്നത്തെ ക്ലാസ് ഇന്ന് നമ്മൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.